ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്മ്യൂട്ടേഷൻ റീസ്റ്റോറേഷൻ പീരീഡ് 15 വർഷത്തിൽ നിന്നും 12 വർഷമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സ് നൽകിയിരുന്ന 808 റിറ്റ് പെറ്റീഷനുകൾ ബഹുമാനപ്പെട്ട പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. എങ്കിലും പെൻഷനേഴ്സിന് അനുകൂലമായ നടപടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. കമ്മ്യൂട്ടേഷനെ തുടർന്നുള്ള പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള 15 വർഷത്തെ കാലയളവിനെ ചോദ്യം ചെയ്തുള്ള 808 റിറ്റ് പെറ്റീഷനുകൾ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി തള്ളി. അതേസമയം മാറ്റങ്ങളുടെ സ്കീം അഥവാ കാലയളവ് പരിശോധിക്കാൻ തയ്യാറാണെന്ന സംസ്ഥാനത്തിൻ്റെ തീരുമാനം സ്വാഗതം ചെയ്ത കോടതി ഏതെങ്കിലും അടിസ്ഥാന പാരാമീറ്ററുകളിൽ ഒരു വിദഗ്ധ സമിതി മുഖേന സംസ്ഥാനത്തെ പെൻഷൻകാരുടെ അസോസിയേഷനുകളിൽ നിന്നും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കുകയും ചെയ്യുമെന്ന് പഞ്ചാബ് ഗവൺമെൻറ് കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് ലിസ ഗില്ലും ജസ്റ്റിസ് സുഖ്വിന്ദർ കൗറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ നിരീക്ഷണമനുസരിച്ച് പെൻഷനേഴ്സ് സ്വമേധയാ ഈ ആനുകൂല്യം അംഗീകരിച്ചതാണെന്നും ആയതിനാൽ ഇതിൽ മാറ്റം വരുത്താൻ ഹർജിക്കാർക്ക് പരാതികൾ ഉന്നയിക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി. സർക്കാരിൻ്റേത് ഏകപക്ഷീയമായ നടപടിയാണെന്ന് തെളിയിക്കാൻ ഹർജിക്കാർക്കോ അവരുടെ വക്കീലിനോ കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ വ്യക്തവും പ്രകടവും ഏകപക്ഷീയവുമായ കേസുകളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ജുഡീഷ്യൽ ഇടപെടൽ ഉണ്ടാകൂ എന്ന് കോടതി അറിയിച്ചു. എന്തായാലും കമ്മ്യൂട്ടേഷൻ റീസ്റ്റോറേഷൻ കാലാവധി കുറയ്ക്കാനുള്ള തീരുമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്താലും അതിനുശേഷം വിരമിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളൂ. ആയതിനാൽ ഇപ്പോൾ കമ്മ്യൂട്ടേഷൻ കട്ടാകുന്നവർക്ക് 15 വർഷം തന്നെ തുടരാനുമാണ് സാധ്യത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.